നമസ്കാരം. മഹാലക്ഷ്മി കടാക്ഷത്താൽ സാമ്പത്തിക വർധനവിനും കടത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുന്നതിനും കടുക് ഉപയോഗിച്ചുള്ള ധനവശ കർമ്മത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ ഈ കർമ്മം ചെയ്താൽ തൊഴിൽ പുരോഗതിയും അപ്രതീക്ഷിത ധനഭാഗ്യവും ഉറപ്പ്. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു അത്ഭുത അറിവ് തന്നെയാണിത്. ദഹിപ്പിക്കുന്നില്ല. നമുക്ക് ഈ കർമ്മം ചെയ്യാൻ ആവശ്യമായി ഉള്ളത് എന്ന് പറയുന്നത് ഒരു പുതിയ പാക്കറ്റ് കടുക്, ഒരു പ്ലാസ്റ്റിക് ബോക്സ്, 5 രൂപയുടെ 8 നാണയങ്ങൾ. നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവിടുത്തെ ആചാരത്തിലുള്ള 8 നാണയങ്ങൾ എടുക്കുക. മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു തന്നെയാണ് കടുക്. എന്നാൽ കടുക് നമ്മുടെ ഓരത്തിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാക്കി ഒരു വസ്തുവാണ്. അപ്പോൾ ഈ കർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്. അപ്പം നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സിൽ കടുക് നിറയ്ക്കുക. എന്നിട്ട് ഓരോ ആഴ്ചയിലും ചൊവ്വ ദിവസം ഓരോ കോയിൻ, അതേപോലെ തന്നെ ആ ആഴ്ചയിലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും ഈ പ്ലാസ്റ്റിക് ബോക്സിലെ കടുക്കിലേക്ക് ഒരു കോയിൻ നിക്ഷേപിക്കുക. അങ്ങനെ ആഴ്ചയിൽ 2 കോയിൻ, അതായത് ചൊവ്വാഴ്ച വരണം വെള്ളിയാഴ്ച വരണം, അങ്ങനെ ആഴ്ചയിൽ 2 കോയിൻ വെച്ച് 4 ആഴ്ച, അതായത് ഒരു മാസം, അപ്പം 8 കോയിൻ. അങ്ങനെ നമ്മൾ ഈ കടുകിൽ, ഈ പ്ലാസ്റ്റിക് ബോക്സിലുള്ള കടുകിൽ നിക്ഷേപിക്കുക. ശ്രദ്ധിക്കുക, ഈ കോയിൻ കടുക് മൂടി വേണം ഇടാൻ. ഈ കോയിന് നമ്മൾ പുറത്ത് കാണാത്ത പോലെ തന്നെ കടുക് കൊണ്ട് മൂടണം ഈ പ്ലാസ്റ്റിക് ബോക്സിൽ. അങ്ങനെ തുടർച്ചയായി കടുക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഓരോ ആഴ്ചയിൽ കടുകിൽ ഓരോ കോയിൻ വെച്ചിടുമ്പോൾ ഒരു മാസമാകുമ്പോഴത്തേന് 8 കോയിൻ നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെ 8 കോയിൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ രാഹുകാലം അല്ലാത്ത സമയത്ത് ഈ കോയിന് നമുക്ക് ഈ കടുകിൽ നിന്ന് എടുക്കാം. എടുത്തിട്ട് നമ്മൾ ആ കോയിൻ ദാനം ചെയ്യുക. ദാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കടുകിൽ വെച്ച് ഏകദേശം ഒരു 40 രൂപയല്ലേ ഉള്ളൂ. ആ 40 രൂപ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ഒരു വ്യക്തിക്ക്, മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരമാവുന്ന രീതിയിൽ നമ്മൾ ചിലവാക്കുക. അവർക്ക് എന്തെങ്കിലും പഠനോപകരണങ്ങളോ ആഹാരമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. ഈ 40 രൂപയുടെ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ പൈസ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ എന്ന് ദുഃഖിച്ചൊന്നും നമ്മൾ ഇത് ചെയ്യരുത്. ഈ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു ലഭിക്കും. അതാണ് ഈ കർമ്മത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഈ കർമ്മം ചെയ്യാൻ പറ്റുന്നതാണ്. അശുദ്ധിയൊന്നും ബാധകമല്ല, കാരണം നമ്മൾ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പം ഈ കർമ്മം 4 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച മുടങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അടുത്ത തവണ മുതൽ പിന്നെയും ഒന്നേന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. കുളിച്ച് ശുദ്ധിയോടെ വേണം ഈ കർമ്മം ചെയ്യാനായിട്ട് കേട്ടോ. ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഓരോ കോയിൻ വെച്ച് 4 ആഴ്ചയാണിത് ചെയ്യേണ്ടത്. കടുക് ഈ കോയിൻ മൂടി കിടക്കുന്നത് പോലെ ആവശ്യത്തിന് നമ്മൾ എടുക്കണം. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്ന കടുകൊന്നും ഉപയോഗിക്കരുത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കടുക് പുറത്തുനിന്ന് മേടിക്കുക. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ ഈ കടുക് ഈ പ്ലാസ്റ്റിക് ബോക്സിൽ നിന്ന് എടുത്തിട്ട് മനുഷ്യരൊന്നും ചവിട്ടാത്ത സ്ഥലത്ത്, അതായത് നമ്മൾ ഈ കടുകൊക്കെ ചവിട്ടി മെതിച്ച് പോകാത്ത സ്ഥലത്ത് ഈ കടുകിൽ നിന്ന് മുളയ്ക്കാൻ പറ്റുന്നത് പോലെ മരത്തിന്റെ ചുവട്ടിലോ. കാരണം 1 മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കർമ്മം പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കുറിക്കാൻ മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ കമന്റ് ബോക്സിൽ പേരും നാളും കുറിക്കാൻ മറക്കരുത്. നന്ദി. ഓം നമഃ ശിവായ.